നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ചുവും ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് സേതുവിനോട് ശ്രീഹരി വെച്ച്, എന്താ സേതുവേട്ടാ, സേതുവേണ്ട എന്താ ഇങ്ങനെ വല്ലാതിരിക്കണം എന്ന് ചോദിക്കാം. എനിക്കെന്തോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഋതുവിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഇന്ദ്രനെ പോലുള്ള ഒരുത്തന്റെ അടുത്തേക്കാണല്ലോ അവൾ ചെന്നിരിക്കുന്നത്. അവളുടെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്തിട്ട്. കാരണം ആങ്ങളെയല്ലേ, ആങ്ങളയ്ക്ക് വിഷമങ്ങളും വേദനകളും ഒക്കെ കാണുമല്ലോ. ആ സമയം അച്ചു പറഞ്ഞ്, ഞാൻ ഋതുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, അവൾക്കൊരു കുഴപ്പമില്ല. അവള് പറഞ്ഞ് ഈ പറയുന്ന ഇന്ദ്രനെ പൊന്നും മടത്തിലെ മരുമകനായിട്ട് അംഗീകരിക്കണം, സ്നേഹവും പരിഗണനയും കൊടുക്കണമെന്ന് പറഞ്ഞേ. അങ്ങനെ അതായത് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും ഇന്ദ്രൻ അവന്റെ യഥാർത്ഥ മുഖംമൂടി പുറത്ത് എടുത്തിട്ടില്ലെന്ന് വേണം കരുതാനായിട്ട്. കാരണം അവന്റെ യഥാർത്ഥ മുഖംമൂടി എന്താ നമുക്കല്ലേ അറിയത്തുള്ളൂ. അത് ഋതുവിന്റെ മുന്നിൽ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രി സേതുവേട്ടൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഇന്നത്തെ ഒരു രാത്രി കഴിഞ്ഞാലോ പിന്നെ എന്ത് ചെയ്യും ആലോചിച്ചിട്ടുണ്ടോ? അവന്റെ മുഖംമൂടി പുറത്ത് അഴിയുന്ന നിമിഷം ഋതു അല്ലാതായി പോവില്ലേ. കാരണം ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ലെങ്കിൽ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അച്ചു പറഞ്ഞു, സേതുവേട്ട എന്താ? അതെ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും ഋതുവിന് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഋതു രണ്ടും കൽപ്പിച്ച് തന്നെയല്ലേ പോയിരിക്കുന്നേ, അവൾക്കറിയാലോ. അതുകൊണ്ട് അവൾ എന്താണെന്ന് വെച്ചാൽ വേണ്ടത് വേണ്ടുന്ന പോലെ ചെയ്തോളൂ എന്ന് പറയണം. സേതു പറഞ്ഞു, എനിക്ക് ആ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഋതുവിന്റെ കാര്യത്തില്. മുമ്പത്തെ ഋതു ആയിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അച്ചു, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം. അച്ചുവിനും അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിഷമായി. പിന്നീട് സേതു അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ശ്രീഹരിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രീഹരി. ഒരു പക്ഷെ സേതുവേട്ടൻ പറഞ്ഞോളൊക്കെ തന്നെ ഋതുവിന് സഹിക്കാൻ പറ്റാതെ വന്ന ഋതു വല്ല ആത്മഹത്യയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും നമ്മള്? ശരിക്കും അവനെ പോലുള്ള ഫ്രോഡ് എന്റെ ഋതുവിന്റെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കണം. ശ്രീഹരി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് അച്ചുവിനെ. പിന്നീട് ശോഭയും പല്ലവിയും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടെ. ഇതാരാ കോളിംഗ് ബെൽ അടിക്കുന്നത്? ആദ്യം പല്ലവിയാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നേ. അമ്മേ, ആരോട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടെന്ന് പറയണം. ആരാ? അതറിയത്തില്ല എന്ന് പറയണം. ആരോ അടിക്കുന്നുണ്ട്. അവര് കിടന്നിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, ചിലപ്പോൾ അച്ഛനായിരിക്കോ. അല്ല, അച്ഛൻ വരുമെന്ന് പറഞ്ഞായിരുന്നോ? സ്ഥലക്കച്ചവടമൊക്കെ നടക്കുവാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി കഥ തുറക്കുമ്പോഴത്തേനും സേതു നിൽക്കുന്നു. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി, എന്താ സേതുവേട്ട ഈ സമയത്ത്? ശല്യമായോ ഞാൻ വന്നേ? ശല്യമോ? ഒരിക്കലും ഇല്ല, സേതുവേട്ടൻ കയറി വരാൻ പറയണം. അപ്പോഴേക്കും ശോഭ പറഞ്ഞു, ഞാൻ കാപ്പി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കട്ടൻ കാപ്പി എടുക്കാനായിട്ട് അകത്തേക്ക് പോവാ. എന്താ സേതുവേട്ട? എനിക്ക് ഋതുവിന്റെ കാര്യം എടുത്തിട്ട് ഒരു സമാധാനമില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ്. സേതുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ശരിക്കും ഋതു അവരെയല്ല ഭയക്കണ്ടേ, അവര് ഋതുവിനെയാ ഭയക്കണ്ടേ. ശരി, രാജലക്ഷ്മിയെ വരച്ച വരെ ഋതുവിന് നിർത്താണ്ട് സാധിക്കും. പാറുവിനെ പോലെ ഒന്നുമല്ല, പാറുവിന്റെ ഡബിളാണ് ഋതു. ഋതുവിന്റെ അടുത്ത് രാജലക്ഷ്മിയുടെ ഒരടവ് അഭ്യാസം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എന്നാലും ഇന്ദ്രന്റെ ചതിയൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഋതു വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല സേതുവേട്ട, അതിന് തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം കുറച്ച് സമാധാനമൊക്കെ തോന്നി സേതുവിന്. അപ്പോഴേക്കും ചായ കൊണ്ടു ശോഭ കൊടുത്തിട്ട് പറഞ്ഞു, അതെ മോൻ വിഷമിക്കൊന്നും വേണ്ട, മോൻ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കേണ്ട കാര്യം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയണം. ഈ സമയത്ത് പിന്നീട് പൊന്നുമടത്തില് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രാജേഷ്മ എന്ത് ചെയ്യണം, ഗിഫ്റ്റ് എല്ലാം നോക്കണം. കുറെ ഗിഫ്റ്റ് അങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് സിറ്റിയിലേക്ക്. അപ്പോഴേക്കും മൈക്ക് വന്നിട്ട് ഞാഹാ എന്തോരം ഗിഫ്റ്റ് ആയതെന്ന് പറയണം. ആ സമയം വിശ്വവും പാറുവോടെ മാറി നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. കാരണം രാജലക്ഷ്മിയുടെ ഈ നോട്ടം മട്ടും ഭാവമൊക്കെ കണ്ട് ആദ്യമായിട്ട് ഗിഫ്റ്റ് കാണുന്ന പോലെയാണ്, വല്ലാത്തൊരു ഇതോട് കൂടിയിട്ട്. ഈ സമയം വിശ്വത്തോട് പാറു പറഞ്ഞു, എന്താ വിശ്വതെന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, അമ്മയുടെ ഒരു നോട്ടം മട്ടും കണ്ടില്ലെന്ന് ചോദിക്കുക. മൈക്ക് പറഞ്ഞു, അല്ല ഇത്രയും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നോ? ഇതൊന്നും അല്ല മൈക്കെ, താഴെ ഇനിയും ഉണ്ടെന്ന് പറയാണ്. ഓ, ശരിക്കും പറഞ്ഞാ വിശ്വത്തിന്റെ കല്യാണം കൂടെ നല്ല രീതിയിൽ നടക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ കുറെ ഗിഫ്റ്റ് കിട്ടിയാനോ അല്ലേന്ന് ചോദിക്കണം. പിന്നല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ട അലവലാതി കുടുംബത്തിൽ നിന്നൊക്കെ പെണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലതും കിട്ടുമോ എന്നൊക്കെ ചോദിക്കണം. അതിന് വല്ല കാശിന് വകുപ്പുണ്ടായിരുന്നോ അവർക്കൊന്ന് ചോദിക്കോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യമായിപ്പോയി പാറുവിന്. പാറു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? ഇല്ലല്ലോ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാണോ? അല്ലല്ലോ.
എന്നും പറഞ്ഞിട്ട് പാറു ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് ഋതു ഇത് കേട്ടോടെ അങ്ങോട്ട് വന്നു. ഋതു വന്നിട്ട് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു പാറു എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി രാജലക്ഷ്മി ഋതുവിനെ നോക്കുകയാണ്. ഈ സമയത്ത് രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഋതു വന്നിട്ട് പറഞ്ഞു, അമ്മേ പണ്ടത്തെ കാലമൊന്നുമല്ല, അമ്മ ഇത് ഏതു നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? അമ്മായിമ്മപ്പോന്റെ കാലമൊന്നും അല്ലത്. ഇതേ ഇതേ 16-ാം നൂറ്റാണ്ടും 15-ാം നൂറ്റാണ്ടും 17-ാം നൂറ്റാണ്ടും ഒന്നും അല്ല. കാലം മാറിപ്പോയത് അമ്മ അറിഞ്ഞില്ലേ? അമ്മായിമ്മ പോരെടുത്തിട്ടുണ്ടെങ്കിൽ വിവരം അറിയൂന്ന് പറയാണ്. ഇത് കേട്ടിപ്പോ രാജലക്ഷ്മി വെച്ചു, ഓഹോ ഇപ്പൊ ഇത് കൊള്ളാലോ, നിന്നവളും വന്നവളും എല്ലാം ഒന്നായി, നമ്മളെ ഒറ്റപ്പെടുത്തുമല്ലേ? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇതുപോലത്തെ അഭ്യാസം എടുത്തോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറയണം. വെറുതെ പറഞ്ഞു, അത് ഞാനെന്താ അഭ്യാസവും എടുത്തേ, ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അതെ, മക്കളെല്ലാം ഒരേപോലെ കാണാനായിട്ട് പഠിക്കണം, അതാദ്യം തന്നെ ചെയ്യുക. ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, എനിക്കും അമ്മയോട് അതേ പറയാനുള്ളൂ, ആരും ആരുടെ അടിമയും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. ഇവിടെ എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ട്, അത് അമ്മ മനസ്സിലാക്കി അമ്മയ്ക്ക് കൊള്ളാം. ആരുടെ മേലും അധികാരം സ്ഥാപിക്കാൻ ചെല്ലണ്ടെന്ന് പറയണം. ഈ സമയത്ത് രാജലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യ സങ്കടമായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രൻ വന്നിട്ട്, ജാഹ ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുക. മൈക്ക് പറഞ്ഞു, ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുമായിരുന്നു പറയണം. അപ്പോഴേക്കും ഋതു പറഞ്ഞു, ദേ നമുക്ക് വെഡിങ്ങിന് കിട്ടിയത് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു നോക്കുമായിരുന്നു പറയണം. ഓഹോ അങ്ങനെയാണല്ലേ. അങ്ങനെ അവർ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് രാജലക്ഷ്മി എന്ത് ചെയ്യണം, അതിനകത്തൊരു വലിയ ഗിഫ്റ്റ് നോക്കി സെലക്ട് ചെയ്യണം, ഇതാദ്യം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് പിന്നീട് മൈക്ക് കത്രയും കൂടെ കൊടുത്തു. രാജലക്ഷ്മി അതങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി. ആദ്യത്തെ പൊട്ടിയിൽ തന്നെ രാജലക്ഷ്മിയുടെ കാരണം തീർത്തൊരെണ്ണം കിട്ടുന്നുണ്ട്. മുഖം പൊത്തി ഒറ്റ എണ്ണം അങ്ങോട്ട് കിട്ടുവാണ്. രാജലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല, ആരോ നല്ലൊരു പണി കൊടുത്താണ്. ഗിഫ്റ്റ് പൊട്ടിക്കണ സമയത്ത് നല്ലൊരു ഫയൽവാന്റെ കൈ പോലത്തെ കൈ അതിനകത്ത് പൊങ്ങി വന്നിട്ട് മുഖം പൊത്തി ഒറ്റ അടിയായിരുന്നു. രാജലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞുപോയി. മൂക്കിനകത്തു നിന്നൊക്കെ ചോര വരുന്ന പോലെ രാജലക്ഷ്മിക്ക് തോന്നുവാണ്. ഒരു നിമിഷം കണ്ടു നിന്നവർക്കൊക്കെ ചിരി വന്നു. അപ്പോഴേക്കും മൈക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല എന്തേലും പറ്റിയ കൊച്ചമ്മയെന്ന് ചോദിക്കാം. എടാ ഇത് ഷോ ശരിക്കും ദൈവമേ, എൻ്റെ കൊച്ചമ്മയുടെ മൂക്കിൽ കൂടെ ചോര വരുന്നുണ്ടോ? എടാ ഇങ്ങനെ പറയല്ലടാ മൈക്കേ. രാജലക്ഷ്മിക്ക് വേദനയോട് നിൽക്കാൻ പറ്റില്ല. എന്നാലും ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക? ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ വീട്ടുകാരായിരിക്കും ഇത് ചെയ്തേ, നിന്റെ വീട്ടുകാർ ഇത്തരം പണികളൊക്കെ ചെയ്യുള്ളൂ. ഇത് കേട്ടപ്പോൾ ഋതു ചോദിച്ചു, എൻ്റെ വീട്ടുകാരെന്തിനാ അത് ചെയ്യണം? ഇങ്ങനെ ചെയ്യേണ്ട കാര്യം അവർക്കില്ല എന്ന് പറയാം. അതെ, സ്വർണവും പണവും ഒക്കെ ചോദിച്ചല്ലോ, അപ്പൊ അതിന്റെ ദേഷ്യം തീർത്തായിരിക്കും എന്ന് പറയണം. പിന്നെ എന്റെ വീട്ടുകാർക്ക് ദേഷ്യം തീർക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യം പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി എന്ന് രാജലക്ഷ്മി ചോദിക്കുക. എന്ത് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ദേ എല്ലാവരുടെ അടുത്ത് എടുക്കുന്ന പോലെ അഭ്യാസം എൻ്റെ അടുത്ത് എടുത്തോണ്ട് വന്നാണ്ടല്ലോ. ഈ ഋതു ആള് വേറെയാ, പിന്നെ നീ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, ഋതു ഒന്നും മിണ്ടായിരിക്കുക, അമ്മയൊന്നും മിണ്ടായിരിക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ആദ്യം നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയാം മിണ്ടായിരിക്കാനായിട്ട്, എന്നിട്ട് എൻ്റെ നേരെ കുറച്ചുകൊണ്ട് വാ. ഇതേ പറഞ്ഞു കേട്ടല്ലോ. അപ്പോഴേക്കും രാജലക്ഷ്മിക്ക് തോന്നി ഇതുവരെ നടക്കി പോകില്ലെന്ന്. മൈക്കൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് രാജലക്ഷ്മി പറഞ്ഞു, എന്നോട് കൽപ്പിക്കാൻ നീ ആയോ? ദേ ഇതുവരെയായിട്ട് ഇവിടെ പെണ്ണ് ശബ്ദം ഉയർന്നിട്ടില്ല എന്ന് പറയണം. അത് കേട്ടപ്പം ഋതു പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമല്ലേ, ഈ ഋതുവിനെ നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. ഋതുവിൻ്റെ അടുത്ത് അടവോ അഭ്യാസമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ ഋതു തിരിച്ചു തരും, അറിയാലോ. ഒരടവോ അഭ്യാസം ഋതുവിൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് എന്താണ് നടത്തില്ല. പെട്ടെന്ന് വിഷം പറഞ്ഞു, ഇതേട്ടാ ഏടത്തിനെ വിളിച്ചുകൊണ്ട് പോകാൻ പറയണം. അങ്ങനെ ഋതുവിൻ്റെ കയ്യെ പിടിച്ചിട്ട് വാ ഋതു എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ബലമായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇനി അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ മിക്കവാറും അടി നടക്കും എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് രാജലക്ഷ്മിയെ നോക്കി പാറു ഒന്ന് ചിരിക്കുകയാണ്. പെട്ടെന്ന് വെച്ച്, നീ എന്താടി ചിരിക്കണേ? അല്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചിരിച്ചാ എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെയൊക്കെ ഒരു അവസ്ഥകളെ എന്ന് പറയണം. പിന്നെ വാ വിശ്വ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവരും കൂടെ പോവാണ്. ആ സമയത്ത് മൈക്ക് പറഞ്ഞു, അവൾ ആക്കി പറഞ്ഞാന്ന് തോന്നുന്നല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി വെച്ച്, ആണോ പിന്നല്ലാതെ. രാജലക്ഷ്മിക്ക് നാണക്കേടും ദേഷ്യവും സങ്കടം എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് മുറിയിലേക്ക് വന്നിച്ചപ്പോൾ ഋതു ഇന്ദ്രനോട് പറഞ്ഞു, എൻ്റെ കയ്യെന്ന് വിടാൻ പറയണം. ദേ നിങ്ങളുടെ അമ്മയോട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളം പറയണം, എന്നെ ഭരിക്കാനൊന്നും അവർ വരണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ദേ ഋതു അമ്മ അങ്ങനെയൊക്കെ പറയും, അമ്മ പാവാ, നീ അത് ഒരു ചെവിയെ കൂടെ കേട്ട് ഒരു ചെവിയെ കൂടെ അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയാം. ആര് ഞാനാ? അതിനൊന്നും ഈ ഋതുവിനെ കിട്ടത്തില്ല, അതിന് വേറെ ആളെ നോക്കണം. ദേ എനിക്ക് 2 ചെവിയുണ്ട്, അതുകൊണ്ട് എനിക്ക് 2 ചെവി കൂടെ അങ്ങനെ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ വിടാനൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയണം. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ അതിന് തിരിച്ചടി കൊടുത്തില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. നിങ്ങളുടെ അമ്മയോട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറയണം, അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയണം. നീ എന്തൊക്കെയാ ഋതു പറയണേ? ഇത് അമ്മയുടെ വീടല്ലേ, അതുകൊണ്ട് അമ്മയുടെ വീണ ഒരു കാര്യം ചെയ്യണം. എനിക്ക് വീടില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, അറിയാലോ.
അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറയണം. എൻ്റെ മേക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പല്ലടിച്ചാൽ മിക്കവാറും താഴെ ഇടും. ഋതുവിനെ ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ എൻ്റെ നിയന്ത്രണം വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയും ചെയ്യൂന്ന് പറയാം. ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിപ്പോയി. ഇന്ദ്രൻ പ്രതീക്ഷയല്ല. പിന്നീട് ഋതുവൻ കട്ടിലേക്ക് പോയി അങ്ങോട്ട് കിടക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക. കാരണം ഇന്ദ്രന് മനസ്സിലായി ഇനി കളി പന്തിയാവില്ലെന്ന്. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിയും പാറും വിശ്വക്കിടന്ന് ആഹാരം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൈക്കാണ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവർ കഴിച്ച് തീരാറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനും ഋതുവും കൂടെ അങ്ങോട്ട് ചിരിച്ച് സംസാരിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വരുവാണ്. രാജലക്ഷ്മി അടിമുടിയും നോക്കി ഋതുവിനെ. എന്നിട്ട് പറഞ്ഞു, ഓ കൊച്ചമ്മ പള്ളിയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവും നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് പറയണം. നിന്റെ ഈ ഉറക്കവും കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടില് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ നിന്ന് എല്ലാവരും സഹായിക്കാൻ നോക്കണം. അറിയാലോ, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം. അല്ലാതെ നിന്നെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാനല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയണം. ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു ഒന്ന് നോക്കി. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കാമേ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പോഴേക്കും രാജേഷ് പറയുന്ന കേട്ടല്ലോ, മര്യാദയ്ക്ക് ഇവിടെ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കാമെങ്കിൽ നിന്നാൽ മതി എന്ന് പറയണം. ആര്യ പറയുന്ന അനുസരിച്ച്, ഞാൻ പറയുന്ന അനുസരിച്ച് എന്ന് രാജേഷ്മി പറയണം. അപ്പോഴേക്കും ഋതു പറഞ്ഞു, പറ്റില്ലെങ്കിലോ, നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഒരു നിമിഷം രാജലക്ഷ്മി ഒരു ഞെട്ടലോടുകൂടി നോക്കുകയാണ്. എന്താണേലും അംഗത്തിന് തിരികൊളുത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ടാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാം. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.